നിന്നേക്ക് നന്നാക്കാൻ വേണ്ടി വന്നിറങ്ങിയ ആ ഒറ്റക്കണ്ണന്റെ റേഞ്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാന ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. പുലർച്ചെ 4 മണിയോടെ കടയുടെ ഭിത്തി തകർത്ത ആന കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന അരി ഭക്ഷിച്ചു. മുൻപ് പലതവണ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ ബഹളം വെച്ചതോടെ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറി. ആനയെ RRT നിരീക്ഷിച്ചു വരികയാണ്. മിഷൻ അരിക്കൊമ്പൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. ഈ അരിക്കൊമ്പനെ പൂട്ടാനെത്തിയ കുങ്കിയാന വിക്രമിന് സമീപം നിലയുറപ്പിച്ച മറ്റൊരാളുണ്ട്. അത് ചക്കക്കൊമ്പനാണ്. കുങ്കിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എത്തിയതാകാമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. ആരെയും കൂസാതെ വിലസുന്ന ആ ചക്കക്കൊമ്പനെ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അരിക്കൊമ്പന്റെ ചങ്ങാതി, റേഷനരി മോഷണത്തിലെ പങ്കാളി. അരിക്കൊമ്പൻ പിൻവാങ്ങി നിൽക്കുന്ന മേഖലയിലേക്കാണ് ആരെയും കൂസാതെയുള്ള രംഗപ്രവേശം. എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് ഇടുക്കിയിലെ മറ്റൊരു പ്രധാനിയായ ചക്കക്കൊമ്പൻ. കുങ്കി വന്നതറിഞ്ഞ് മണം പിടിച്ചുള്ള വരവാണ്. താപ്പാന വിക്രം നിൽക്കുന്ന സിമന്റ് പാലം മേഖലയ്ക്ക് ചുറ്റുമാണ് റോന്തു ചുറ്റൽ. കൂട്ടുകാരനെ പൂട്ടുമെന്ന വിവരം മനസ്സിലായതുപോലെയാണ് ചക്കക്കൊമ്പന്റെ പെരുമാറ്റം. സ്ഥിരമായി കാണുന്ന വാച്ചർ കാളിമുത്തുവിനോട് പോലും നീരസം. വിക്രത്തിന്റെ പാപ്പാൻ മണിയും ചക്കയെ സദാസമയവും നിരീക്ഷിക്കുന്നുണ്ട്. ഇനി എങ്ങാനും ചക്കക്കൊമ്പൻ കുങ്കിയെ ആക്രമിക്കാൻ വന്നാൽ വിരട്ടിയോടിക്കാൻ പടക്കവും കരുതിയാണ് RRTയുടെ നടപ്പ്. താപ്പാനകളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചക്കക്കൊമ്പന് മൊട്ടവാലിനുമായി മാത്രമേ പ്രശ്നമുള്ളൂ. രണ്ടും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുമാണ്. എന്നാൽ അരിക്കൊമ്പനോട് ഇരുവർക്കും തികഞ്ഞ സൗഹൃദം. ഉറ്റ ചങ്ങാതിയെ കുടുക്കാനെത്തിയ കുങ്കികളോട് കലിപ്പ് തീർക്കാൻ ചിന്നക്കനാലിലെ കൊമ്പന്മാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ കേട്ടുപഴകിയ ആനക്കഥകളിൽ പുതിയൊരു അധ്യായം തുറക്കാം. കുങ്കിയാന എത്തിയത് മുതൽ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പനും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കൊമ്പനാണ് മൂന്നാറിലെ ചക്കക്കൊമ്പൻ. വനംവകുപ്പ് വാച്ചർ വിജയകുമാർ പകർത്തിയ ചക്കക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. 301 കോളനി പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. RRT സംഘത്തിന്റെ വാഹനത്തിലിരുന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ചക്കക്കൊമ്പൻ എന്ന കാട്ടാന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അരിക്കൊമ്പനെ പിടികൂടുവാനായി ദൗത്യസംഘത്തിലെ അംഗങ്ങൾ മൂന്നാറിലെത്തുന്ന സമയത്താണ്. അരിക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യത്തിനെത്തിയ കുങ്കിയാനകൾക്ക് ഭീഷണിയായി ചക്കക്കൊമ്പൻ എത്തിയതും വീഡിയോ ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഓടിച്ചതും ദൗത്യം വിജയിച്ചതിന് ഒരു ദിവസം മുൻപ് അരിക്കൊമ്പനുമായി കൊമ്പുകോർത്ത് അവനെ ശങ്കരപാണ്ഡ്യമേട്ടിലേക്ക് ഓടിച്ചതും ഏറ്റവും ഒടുവിൽ ദൗത്യസംഘത്തെ വെട്ടിച്ചു നടന്ന അരിക്കൊമ്പനെ ദൗത്യസംഘത്തിന് കാണിച്ചു കൊടുത്തതും ഈ ചക്കക്കൊമ്പനാണ്. മൂന്നാറിലെ ചിന്നക്കനാൽ 301 കോളനി പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടുകൊമ്പനാണ് ചക്കക്കൊമ്പൻ. ചിന്നക്കനാൽ 301 കോളനി, മൂന്നാർ സിമന്റുപാലം പ്രദേശങ്ങളിൽ ചക്കക്കൊമ്പൻ സ്ഥിരമായി എത്താറുണ്ട്. ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിയുകയും പ്രദേശത്ത് ഭീതി പടർത്തുകയും ചെയ്യുന്ന രീതിയാണ് ചക്കക്കൊമ്പന്റേത്. ചക്കയോടുള്ള അടങ്ങാത്ത ആർത്തിയാണ് ഇവന് ചക്കക്കൊമ്പൻ എന്ന് പേരിട്ടത്. ചക്കക്കൊമ്പനെ പേടിച്ച് ചക്ക വിളയുന്നതിന് മുൻപ് തന്നെ മൂന്നാറിലെ ജനങ്ങൾ വെട്ടിക്കളയുമായിരുന്നു. അല്ലെങ്കിൽ അതിന്റെ മണം പിടിച്ചെത്തുന്ന ചക്കക്കൊമ്പൻ ചക്ക ഭക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സമീപത്തുള്ള വീടുകൾക്കും കേടുപാട് വരുത്തും. നിരവധി കൊമ്പന്മാരുള്ള മൂന്നാറിൽ ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി നേടിയ 3 ആനകളായിരുന്നു അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ. ഇതിൽ നിരവധി വീടുകളെ ആക്രമിക്കുകയും റേഷൻ കടകൾ പൊളിക്കുകയും ചെയ്ത അരിക്കൊമ്പനെ കേരള വനംവകുപ്പ് പിടികൂടി പെരിയാർ ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോയി വിട്ടു. ഈ സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ മുറിവാലൻ എന്ന കൊമ്പൻ ചക്കക്കൊമ്പനുമായി ഏറ്റുമുട്ടി ഗുരുതരമായി പരിക്കേറ്റു കൊല്ലപ്പെട്ടു. ഇടുക്കി മൂന്നാറിൽ ആനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ പരിക്ക് പറ്റിയ മുറിവാലൻ എന്ന ആനയുടെ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ്. അവശനായ ആന നടക്കാൻ കഴിയാതെ ഇന്ന് കിടന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ഇടുക്കി ചിന്നക്കനാലിൽ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണെങ്കിലും ഇത്തവണ കളി കാര്യമായി പോയി.
ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ചക്കക്കൊമ്പന്റെ മൂർച്ചയേറിയ കൊമ്പുകൾ കൊണ്ട് മുറിവാലന്റെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവ് പറ്റിയിരുന്നു. ആ മുറിവിലിപ്പോൾ ഇൻഫെക്ഷൻ ആയതോടെയാണ് ആനയ്ക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. ഇനി മൂന്നാറിൽ അവശേഷിക്കുന്ന പ്രമുഖനായ കാട്ടാന അത് ചക്കക്കൊമ്പനാണ്. ബാക്കിയുള്ള കൊമ്പന്മാരെല്ലാം വളർന്നു വരുന്നതേയുള്ളൂ. ഇടയ്ക്ക് സമീപത്തെ കാടുകളിൽ നിന്നും ചില ഒറ്റയാന്മാരും ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അരിക്കൊമ്പനും മൊട്ടവാലനും പോയ ശേഷം 301 കോളനിയിലെ ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശല്യമുണ്ടാക്കുന്നത് ചക്കക്കൊമ്പനാണ്. അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടിയ ചിന്നക്കനാലിനും സിമന്റ് പാലത്തിനും ഇടയുള്ള യൂക്കാലി തോട്ടത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് പകർത്തിയ ദൃശ്യങ്ങളാണിത്. 301 കോളനി ഭാഗത്തു നിന്നും എത്തിയപ്പോൾ വഴിയരികിൽ ചക്കക്കൊമ്പനെയാണ് ആദ്യം കണ്ടത്. കാട്ടാനക്കൂട്ടവും അടുത്തുണ്ടെന്ന് എതിരെ വന്ന വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു പിടിയാനയും 2 കുട്ടിയാനകളും ചക്കക്കൊമ്പന്റെ അടുത്തേക്കെത്തി. എല്ലാവരും ചേർന്ന് ഇളംപുല്ല് പറിച്ചു തിന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ശബ്ദം കേൾക്കുമ്പോൾ റോഡിലേക്ക് നോക്കിയും മണം പിടിച്ചും ഒപ്പമുണ്ടായിരുന്നവർക്ക് സംരക്ഷണം നൽകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഈ കാട്ടാനക്കൂട്ടം ഇവിടെ തന്നെയുണ്ട്. ദൗത്യത്തിന് 2 ദിവസം മുൻപാണ് മദപ്പാടിലായ ചക്കക്കൊമ്പൻ ഈ കൂട്ടത്തിനൊപ്പം എത്തിയത്. അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച ദിവസവും ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ഇവരൊന്നാകെ എത്തി ചിന്നക്കനാൽ വിലക്കിൽ ഒരു ഷെഡ് തകർക്കുകയും ചെയ്തു. 1.5 മാസത്തോളം മദപ്പാടുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മദപ്പാടിന് ശേഷമായിരിക്കും ചക്കക്കൊമ്പൻ കൂട്ടത്തിൽ